ഹായ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞു വ്ളോഗായാലോ? ഇന്ന് ഞങ്ങളൊരിടം വരെ പോവുകയാണ്. എങ്ങോട്ടാണ് പോണേന്ന് നമുക്ക് വഴിയേ പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഇന്ന് പോകുന്നതെന്നല്ലേ? നമ്മളിതാ മണ്ണത്തൂർ തുരുത്തുമറ്റത്ത് ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ പോണേ. അവിടെ ഉത്സവം അതിനുള്ള കഞ്ഞി വഴിപാട് തുടങ്ങി. ഉത്സവം വരുന്ന മീനമാസത്തിലെ അശ്വതി ഭരണിയാണ്. പക്ഷേ കഞ്ഞി വഴിപാട് നേരത്തെ തുടങ്ങും. അപ്പോൾ ഞാൻ അതിൻ്റെ ബോർഡ് കാണിക്കാൻ നോക്കിയപ്പോഴാണ് അവിടെ ഒരു ആർച്ച് പോലെ വലിയ ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇതേ ആ വലത് സൈഡിലായിട്ട് കാണാൻ നമുക്ക് വീഡിയോയിൽ അഴിച്ച് വെച്ചേക്കുന്നേ. അവിടെ പെയിൻ്റ് അടിക്കാനായിട്ട് ഇറക്കിയേക്കണമായിരിക്കും ഉത്സവമായിട്ടേ. അപ്പോൾ ഞങ്ങൾ അതേ കാവിലോട്ട് കഞ്ഞി കുടിക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ. ചൊവ്വാഴ്ച തുടങ്ങിയതായിരുന്നു കഞ്ഞി വഴിപാട്. 17-ാം തീയതിയാണ് തുടങ്ങിയത്. പക്ഷേ പോകാനായിട്ട് പറ്റിയില്ല, തിരക്കൊക്കെ കാരണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ശനിയാഴ്ചയാണല്ലോ, ഇന്ന് കുട്ടികൾക്കും ക്ലാസ്സില്ല. അപ്പം അന്ന് ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും കുഞ്ഞാവയും കൂടെ ആണ് കേട്ടോ പോകുന്നത്. ചേട്ടൻ പോകുന്നില്ല. ചേട്ടൻ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വരാനായിട്ടുള്ള പാത്രം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ചേട്ടനും അമ്മയ്ക്ക് ഞങ്ങൾ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. എല്ലാവരും കഴിച്ചിട്ട് വീട്ടിലുള്ളവർക്ക് മേടിച്ചുകൊണ്ട് പോരും കേട്ടോ പതിവ്. അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഇന്ന് പിന്നെ വലിയ തിരക്കൊന്നുമില്ല. കാരണം കഞ്ഞി വഴിപാട് ഇനിയും ദിവസങ്ങളോളം കിടക്കുവാണ്. കാരണം മാർച്ച് പകുതി കഴിഞ്ഞിട്ടല്ലേ ഉത്സവം വരുന്നത്. അപ്പോഴേക്കും മീനമാസം ഇനിയും കിടക്കുമല്ലേ, മീനത്തിൽ അശ്വതി ഭരണി ഇനിയും കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ ആളുകളൊക്കെയാണ് ഉള്ളൂ. ഉത്സവത്തോട് അടുക്കുമ്പോഴാണ് കേട്ടോ നല്ല തിരക്കാവുന്നത്. ഇപ്പോൾ അത്രയും തിരക്കൊന്നും ഇല്ല. പിന്നെ ഇന്ന് ശനിയാഴ്ചയാനും കുറച്ചുകൂടെയൊക്കെ ആളുകളുണ്ടായിരുന്നു. ഞാൻ ഇന്നാണ് കഞ്ഞി കുടിക്കാൻ വരുന്നതെങ്കിൽ 2 ദിവസം കഞ്ഞി കുടിച്ചു കേട്ടോ. ഓൾറെഡി വീട്ടിൽ കൊണ്ടുവന്ന് ചേട്ടൻ 2 ദിവസമായിട്ട് പണിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പോയി കഞ്ഞി മേടിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുടിക്കാൻ പറ്റില്ല, കാരണം കടയിൽ പോയിരിക്കണോണ്ട് ഉച്ചയ്ക്ക് കുടിച്ചില്ല. വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സന്ധ്യയ്ക്ക് കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നത് ചൂടാക്കി കുടിച്ചു കേട്ടോ. അങ്ങനെ വളിച്ചൊന്നും പോകത്തില്ല കേട്ടോ. ചൂട് കാണും. ഉച്ചയ്ക്ക് നല്ല ചൂടൻ കഞ്ഞിയല്ലേ കിട്ടുന്നത്. അപ്പം വൈകിട്ട് വന്നു കഴിയുമ്പോൾ പതിയെ ഒന്ന് ചൂടാക്കിയിട്ട് സന്ധ്യയ്ക്ക് കുടിക്കും. ഒത്തിരി രാത്രിയാവാൻ വെക്കാതിരുന്നാൽ മതി. അപ്പോൾ വന്നിട്ട് ഞങ്ങൾ സന്ധ്യയ്ക്ക് കുടിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ 2 ദിവസം കഞ്ഞി കുടിച്ചു വന്നില്ലെങ്കിൽ പോലും. അപ്പോൾ ഇന്ന് കാവിൽ വന്നിരുന്ന് കുടിക്കുന്നതും നമ്മൾ കൊണ്ടുവന്ന് കുടിക്കുന്നതും രണ്ടാണ്. കാവിൽ വന്നിരുന്ന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അതുപോലെ തന്നെ നല്ല വെയിലുമാണ് കേട്ടോ. വെയിലത്താണ് പോകുന്നത്. അവിടെ കാവിൻ്റെ ചുറ്റിനും പാടമാണ് കേട്ടോ. പാടമെല്ലാം കൊയ്ത്ത് കഴിഞ്ഞു. അപ്പം ഞാൻ മുന്നേ പോകുമ്പം നല്ല നെല്ലൊക്കെ നല്ല പച്ചപ്പിൽ നിൽക്കുന്ന സമയത്തായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ അന്നേരത്തെ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനത് ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ്. ആ വൈകുന്നേരം ടൈമിൽ പോകണം. സന്ധ്യയ്ക്കുള്ള ദീപാരാധനയ്ക്ക് മുന്നേ പോകുമ്പം നല്ല ഭംഗിയാണ് കേട്ടോ. പാടത്തിൻ്റെ പച്ചപ്പും ആ ഒരു ഇതും കൂടെ കൂടിയിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ്. ഇപ്പം കൊയ്ത്ത് കഴിഞ്ഞ് പാടമെല്ലാം ഗ്രൗണ്ട് പോലെ കിടക്കുവാണ്. എല്ലായിടത്തെയും കൊയ്ത്ത് കഴിഞ്ഞു കേട്ടോ. കാവിന് ചുറ്റിനും പാടമാണ് കേട്ടോ. അപ്പോൾ അത് ആ പച്ചപ്പിൽ നിൽക്കണ സമയത്ത് നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ് കേട്ടോ. ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. ഇവിടെ നമുക്ക് തൂക്കം വഴിപാടൊക്കെയാണ് കേട്ടോ പ്രശസ്തമായിട്ട് ഉള്ള വഴിപാടാണ്. അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ഉത്സവം വരുന്ന മീനമാസത്തിലെ അശ്വതി ഭരണിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഗണപതിയുടെയും ശിവൻ്റെയും ഒക്കെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സർപ്പത്തിന് ഇവിടെ മെയിനായിട്ടും എല്ലാ മാസവും പൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. സർപ്പപൂജ എല്ലാ മാസവും ഉണ്ട് കേട്ടോ. ആയില്യം നാളിൽ. അതുപോലെ തന്നെ എല്ലാ മാസവും നെയ്വിളക്ക് പ്രദക്ഷിണം ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യയ്ക്ക് നെയ്വിളക്ക് പ്രദക്ഷിണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരാൻ പറ്റുമ്പോൾ എല്ലാം വരാറുണ്ട് കേട്ടോ. നമ്മൾ വിളിച്ച വെളിപ്പുറത്തുള്ള ദേവി എന്ന് പറഞ്ഞാൽ നമുക്കത്രയും വിശ്വാസവും നമുക്കത്രയും നമുക്കത് തെളിഞ്ഞ് നമുക്കത് അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. അത്രയ്ക്കും നമുക്ക് വിശ്വാസമാണ്. നമുക്കത് ജീവിതത്തിൽ അനുഭവിച്ചതുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പറ്റുമ്പോഴെല്ലാം വരാറുണ്ട് കേട്ടോ. ഈ ഒരു പാടത്ത് മാത്രം കൃഷി ചെയ്തില്ല എന്നുള്ളത് പുല്ലാണ് കേട്ടോ, നെല്ലല്ല. ബാക്കി എല്ലാ പാടവും കൊയ്ത് കഴിഞ്ഞു. ചുറ്റിന് സൈഡിൽ തോടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തോടിലോട്ട് പോകുന്ന അതിലെ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തുരുത്തുമറ്റത്ത് ഭഗവതി ക്ഷേത്രം കേട്ടോ. ഇത് ആൾക്കാരെല്ലാം കഞ്ഞി കുടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കഞ്ഞി വിളമ്പന അടുക്കണ ടൈം ആയപ്പോഴത്തേക്കും കേട്ടോ വന്നത്. കുറച്ച് താമസിച്ചു പോയി. നേരത്തെ വരണമെന്ന് കരുതിയിട്ട് താമസിച്ചു പോയി. അപ്പോൾ വന്ന് കയറി തൊഴുതിട്ടാണ് കേട്ടോ നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങി കഞ്ഞി വിളമ്പുന്ന ഓഡിറ്റോറിയത്തിലോട്ട് വന്ന് അവിടെ ക്യൂ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അകത്ത് തിരുമേനി പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുവാണേ. നമ്മൾ ഭക്ഷണം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തിരുമേനി വന്ന് പൂജകളെല്ലാം നടത്തി അതിന് ശേഷമാണ് തിരുമേനി പോയതിന് ശേഷമാണ് കഞ്ഞി വിളമ്പ തുടങ്ങുക കേട്ടോ. അത് എല്ലാവർക്കും കുടിക്കാനായിട്ട് ഇരിക്കാൻ മേശയും കസേരയും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കഞ്ഞി മേടിച്ചിട്ട് അവിടെ വന്നിരുന്ന് കഴിക്കാം. അപ്പം ഞങ്ങൾ ഇരിക്കുമ്പോൾ പുറകു വരെ ക്യൂ ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതകത്ത് തിരുമേനി പൂജ നടന്നുകൊണ്ടിരിക്കുവാണ്. അവിടെയുള്ള പാകം ചെയ്ത സാധനങ്ങളെല്ലാം പൂജിക്കുകയാണ്. അവിടെ പൂജ ദിവസവും അങ്ങനെയാണ് കേട്ടോ. തിരുമേനി വന്ന് പൂജയൊക്കെ കഴിഞ്ഞ് ഭക്ഷണ സാധനങ്ങളെല്ലാം പാത്രത്തിൽ പകർന്ന് പുറത്ത് വയ്ക്കും. അതിനുശേഷമാണ് വിളമ്പി തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂജകളാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഭക്ഷണം പാകം ചെയ്ത് അവർ
എന്താ ദീപം വെച്ചേക്കണം കേട്ടോ, അതിൽ തൊഴുന്നതാണേ. അവരാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് കേട്ടോ. 2-3 ചേട്ടന്മാരുണ്ട് മെയിനായിട്ട് പാചകം ചെയ്യുന്നത്. പിന്നെ സഹായിക്കാനായിട്ട് മാതൃസമിതിയിലെ അംഗങ്ങളും കമ്മിറ്റി ഭാരവാഹികളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ തിരുമേനി പൂജ കഴിഞ്ഞ് അകത്തോട്ട് കാവിലോട്ട് അകത്തോട്ട് പോകുന്നതാണ് കേട്ടോ. മുന്നേ വിളക്ക് പിടിച്ച് തിരുമേനി പൂജ ചെയ്ത് കഴിഞ്ഞുള്ള പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അത് വിളക്ക് പിടിക്കുന്നത് നമ്മൾ പൂജ നടത്തുന്നവരാണ് കേട്ടോ. അതായത് ഓരോ ദിവസവും ഓരോരുത്തരാണ് കഞ്ഞി വഴിപാട് നടത്തുന്നത്. അപ്പോൾ ആ കഞ്ഞി വഴിപാട് ഏറ്റ് കഴിക്കുന്നവരാണ് കേട്ടോ ആ വിളക്കെടുക്കുന്നത്. വിളക്കെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ പൂജ കഴിഞ്ഞ് തിരിച്ച് അകത്തോട്ട് അതുപോലെ തന്നെ പോകുന്നതാണ് കേട്ടോ. അതിന് ശേഷം അകത്തുനിന്ന് പൂജിച്ച പായസം നമുക്ക് കൊണ്ടുവരും കേട്ടോ. അതിന് ശേഷമാണ് നമുക്കിവിടെ വിളമ്പൽ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ദാ വിളക്കും കൊണ്ട് അകത്തോട്ട് തിരുമേനി പോയി. ഇനി അതേ അകത്ത് പൂജിച്ച ദീപം പൂജയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീപം പുറത്ത് വെച്ചിട്ടുണ്ട്. അമ്മമാർ മാതൃസമിതിയിലെ അമ്മമാരാണ്. അപ്പോൾ അത് അവരെ ഇതെല്ലാം തൊഴുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ സാധനങ്ങളെല്ലാം പാത്രത്തിലോട്ട് പകർന്ന് പൂജ കഴിഞ്ഞ് പകർന്ന് എല്ലാ സാധനങ്ങളും പുറത്തോട്ട് കമ്മിറ്റിയിലെ ചേട്ടന്മാർ എടുത്തു വെക്കുന്ന കേട്ടോ. അവരെല്ലാം അമ്പല കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അപ്പോൾ അകത്തു നിന്നുള്ള പായസവും അവലും മലരുകളുള്ള നിവേദ്യവും എല്ലാം ഇതേ കൊണ്ടുവരുന്ന കേട്ടോ കാണുന്നത്. അമ്പലത്തിലെ അകത്തുനിന്ന് ഇതേ കൊണ്ടുവന്ന് വെച്ച് ഇനി അത് പാത്രത്തിലോട്ട് പകർന്ന് വിളമ്പാനായിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കഞ്ഞി വിളമ്പി തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ വഴിപാട് ആരാണോ കഴിക്കുന്നത് അവരാണ് ഫസ്റ്റ് വിളമ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ ബോർഡിൽ പുറകിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്താ ലക്ഷ്മിപ്രിയ എന്നും പറഞ്ഞുകൊണ്ട് പേര് പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർ ആ കുട്ടിയാണ് ഇന്ന് കഴിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ഹസ്ബൻഡ് അച്ഛനും ആണ് കേട്ടോ അത്. അവരാണ് ആദ്യം വിളമ്പുന്നത്. അതിന് ശേഷം കമ്മിറ്റിക്കാർ വിളമ്പിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റിലെ ഓരോരുത്തർക്കായിട്ട് വിളമ്പുന്നതാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് അതേ കഞ്ഞി മേടിച്ച് പോകുന്ന കേട്ടോ. നല്ല ചൂട് കഞ്ഞിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേറ്റിലൊക്കെ മേടിക്കുമ്പം കുറച്ച് എന്താ പറയുക വലിയ പാത്രം കൊണ്ടുവരണം കേട്ടോ കഴിക്കുന്നവർക്ക്. പിന്നെ പാത്രം കൊണ്ടുവരാത്തവർക്ക് അവിടെ കാവിലുണ്ട് കേട്ടോ. കാവിൻ്റെ പുറകിൽ പിള്ളേർ പുറകിട്ട് പോകണം. അവിടെ പ്ലേറ്റും സ്പൂണും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തുള്ളവരൊക്കെ പാത്രം കൊണ്ടാട്ടോ പോവുക. പിന്നെ പാത്രം കൊണ്ട് വരാൻ പറ്റാത്തവർ അവിടെ നിന്ന് പാത്രം എടുത്തിട്ട് കഴിക്കും. അപ്പോൾ ഇരുന്ന് കഴിക്കാൻ മേശയും കസേരയും ഫാനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചൂടൊക്കെ എടുക്കാണ്ട് ഭംഗിയായിട്ടിരുന്ന് എന്താ പറയണേ കഞ്ഞി കുടിക്കുന്നതിന് സൗകര്യമുണ്ട് കേട്ടോ. നല്ല ഇപ്പം പിന്നെ തിരക്ക് കുറവായതുകൊണ്ട് എല്ലാവർക്കും ഇരിക്കാൻ ഇടം കിട്ടും. നല്ല തിരക്കൊക്കെ വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് സൈഡിൽ കൂടെയൊക്കെ പോയിരിക്കേണ്ടി വരും. കാരണം അതിൽ കൊള്ളാത്ത ആൾ വരും കേട്ടോ. ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നല്ല തിരക്കാവും കേട്ടോ. ഇപ്പം പിന്നെ തുടക്കം ആയതുകൊണ്ടും ശനിയാഴ്ച ആയതുകൊണ്ടൊക്കെയാണ് അത്ര ആൾ കുറവ്. ഞായറാഴ്ച ദിവസം കുറേ കൂടെ ആളുണ്ടാവും കേട്ടോ. കാരണം എല്ലാവർക്കും ജോലിയില്ലാത്ത ദിവസമൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ നിന്നപ്പോൾ അത്രയും ആളുണ്ടായില്ല. അപ്പോൾ ആളുകൾ വിളമ്പി വന്നപ്പോഴത്തേക്കും പുറകോട്ട് ആളുകൾ ക്യൂ നീണ്ടു കേട്ടോ. അപ്പം നമ്മൾ ഒരുവിധം മുന്നേ ആയിരുന്നു നിന്നെ, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങ് എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞി മേടിക്കാനായിട്ട് ആ ചേട്ടൻ കമ്മിറ്റിയിൽപ്പെട്ട ചേട്ടൻ കേട്ടോ. അപ്പോൾ അവർ ആദ്യം വിളമ്പി കൊടുത്തിട്ട് മാറി. പിന്നെ കമ്മിറ്റിയിലെ ചേട്ടന്മാരാണ് വിളമ്പുന്നത് കേട്ടോ. സ്ഥിരം അവരാണ് വിളമ്പുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കാനറിയാം. അപ്പോൾ പിള്ളേർ 2 പേരും മേടിച്ചു. അതിന് ശേഷം ഞാനും കഞ്ഞി മേടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചുറ്റുപാത്രം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമായിട്ട് എടുത്തുകൊണ്ട് വന്നത്. കാരണം വെച്ചാൽ പ്ലേറ്റിൽ മേടിക്കുമ്പോൾ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് ഒരു കയ്യിൽ മേടിക്കുമ്പോൾ പാടാം കേട്ടോ. അതുകൊണ്ടാണ് കപ്പപ്പുഴുക്കാണ് കേട്ടോ. കപ്പയും കടലയും പയറും ഒക്കെയാണ് കേട്ടോ. കായും അങ്ങനെയുള്ള ചേന അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓരോ ദിവസം ഉള്ളതിനനുസരിച്ചിട്ട് മാറി വരും കേട്ടോ. കാളനാണ്. പിന്നെ പയറ് കറി അതും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ മാങ്ങ അച്ചാറാണ് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി കഞ്ഞി കുടിക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. പിന്നെ ഉപ്പ് ഇട്ട് തന്നു. പിന്നെ അത് അകത്തുനിന്ന് കൊണ്ടുവന്ന പ്രസാദമാണ് കേട്ടോ. അത് തേങ്ങാക്കൊത്തും ശർക്കരയും ഒക്കെ കൂടെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അടപ്പിലാണ് മേടിച്ചത്. കാരണം കഞ്ഞിയിൽ വരുമ്പോൾ മധുരം വരുമല്ലോ. പായസവും ഉണ്ട്, പപ്പടവും ഉണ്ട് കേട്ടോ. അത്രയും മേടിച്ചിട്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് പോയിരുന്നു. ഇതെൻ്റെ വീതം കഞ്ഞിയും പായസവും തേങ്ങാക്കൊത്തും പപ്പടവും ഞാൻ വേറെയാണ് മേടിച്ചത്. പിള്ളേരെല്ലാം കൂടെ ഒരു പാത്രത്തിലാണ് കേട്ടോ മേടിച്ചത്. അവർക്ക് വേറെ പാത്രമില്ല തന്നെ. അപ്പോൾ ഞങ്ങൾ കുടിച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ അമ്മയ്ക്ക് ചേട്ടനുള്ളത് ഞങ്ങൾ മേടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എല്ലാവരും അങ്ങനെയാണ് കഴിച്ച് കഴിഞ്ഞ് വീട്ടിലോട്ടുള്ള കൂടെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ അതെല്ലാവരും കുടിച്ച് കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും പോവുകയാണ്. പിള്ളേരെ വീട്ടിലോട്ട് ഇട്ട് എനിക്ക് കടയിലും പോകണം. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കഞ്ഞി കുടിക്കാൻ പറ്റുന്നവർ വന്ന് കുടിക്കുക. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തുരുത്തുമറ്റത്തമ്മ ശരണം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.